بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പാപ്പയുടെ വിശ്വപ്രസിദ്ധ തസവ്വുഫ് ഗ്രന്ഥം സിറുൽ അസ്റാർ. ഈ സിറുൽ അസ്റാറിൽ പറഞ്ഞ കാര്യമാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അഥവാ ശുദ്ധിയും നിസ്കാരവും ശരീഅത്തിലും ത്വരീഖത്തിലും എന്നാണ് ഇന്നത്തെ വിഷയം. ശുദ്ധിയും അഥവാ അത്വഹാറ, നിസ്കാരം, അസ്വല, ശരീഅത്തിലും ത്വരീഖത്തിലും ഇത് എങ്ങനെയാണ്? മഹാനവറുകളുടെ ഈ കിതാബിന്റെ സിറുൽ അസ്റാറിന്റെ 13-14 അധ്യായങ്ങളാണ്. 13-ാമത്തെ അധ്യായം ഫി ബയാനി ത്വഹാറ, 14-ാമത്തെ അധ്യായം ഫി ബയാനി സ്വലാത്തി ശരീഅ വത്വരീഖ. ആദ്യമായി ശുദ്ധിയെക്കുറിച്ച് വിശദീകരിക്കാം. അൽ ഫസ്ലു സാലിസ് അശർ ഫി ബയാനി ത്വഹാറ. നിങ്ങൾ പാപ്പ പറയുന്നു, ഫത്വഹാറത്തു അലാ നൗഅൈൻ, ശുദ്ധി അത് രണ്ട് വിധമാണ്. ത്വഹാറത്തുൽ ലാഹിർ വ ത്വഹാറത്തുൽ ബാത്തിൻ, ബാഹ്യ ശുദ്ധി, ആന്തരിക ശുദ്ധി എന്നിങ്ങനെ ശുദ്ധി രണ്ട് വിധമാണ്. ഫത്വഹാറത്തുൽ ലാഹിരി, അപ്പോൾ ബാഹ്യ ശുദ്ധി തഹ്സുലു ബിമാഇ ശരീഅ, അത് ശരീഅത്തിന്റെ വെള്ളം കൊണ്ട് ലഭിക്കുന്നതാണ്. എന്നാൽ വതഹാറത്തുൽ ബാത്തിൻ, ആന്തരിക ശുദ്ധി തഹ്സുലു, അത് ലഭിക്കുന്നു ബിമാഇ തൗബതി വത്തൽഖീൻ വത്തസ്ഫിയതി വസുലൂകി ത്വരീഖ്, തൗബയുടെയും തൽഖീനിന്റെയും തസ്ഫിയത്തിന്റെയും സുലൂക്കിന്റെയും വെള്ളം കൊണ്ടാണ് ലഭിക്കുന്നത്. തൗബ, പശ്ചാത്താപം, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. തൽഖീൻ, ഒരു ശൈഖ് മുറബ്ബിയെ കണ്ട് വിക്ർ സ്വീകരിക്കുക. അത്തസ്ഫിയ, ഹൃദയം സ്ഫുടം ചെയ്യുക, നന്നാക്കുക. സുലൂക്ക് ത്വരീഖ്, അങ്ങനെ ത്വരീഖത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുക. ഇതുകൊണ്ടാണ് ഒരാൾക്ക് ബാത്തിനിയായ ആന്തരിക ശുദ്ധീകരണം ലഭിക്കുന്നത്. ശരീഅത്തിന്റെ വുളൂ മുറിഞ്ഞാൽ
ബിഖുറൂജി നജസി, നജസ് പുറപ്പെടൽ കൊണ്ട് ശരീഅത്തിന്റെ വുളൂ മുറിഞ്ഞാൽ യജിബു തജ്ദീദുൽ വുളൂഇ, വുളൂ പുതുക്കൽ നിർബന്ധമാണ്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ പറഞ്ഞല്ലോ, മൻ ജദ്ദദൽ വുളൂഅ ജദ്ദദല്ലാഹു ഈമാനഹു, ഒരാള് വുളൂ പുതുക്കിയാൽ അല്ലാഹു അവന്റെ ഈമാൻ പുതുക്കുന്നതാണ്. എന്നാൽ ഫഇദൻ തഖല വുളൂഉൽ ബാത്തിൻ, ലാഹിറൻ വുളൂ മുറിയുന്നതും അതിന്റെ ശുദ്ധീകരണവും അഥവാ വീണ്ടെടുക്കുന്നതും വിശദീകരിച്ചു. എന്നാൽ ബാത്തിനിയായ വുളൂ മുറിഞ്ഞാൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ബിൽ അഫ്ആലി ദമീമ വൽ അഖ്ലാഖി അർറദീഅ, മോശമായ പ്രവൃത്തികൾ, മോശം സ്വഭാവങ്ങൾ, കൽ കിബിരി വൽ ഹഖദി വൽ ഹസദി വൽ ഉജ്ബി വൽ ഗൈബ വൽ കദ്ബി വൽ ഖിയാന, അഹങ്കാരം, അസൂയ, ഉൾനാട്യം, അതുപോലെ ഗൈബത്ത്, കളവ്, ചതി, വഞ്ചന, ഇതുകൊണ്ടെല്ലാം ആന്തരികമായ വുളൂ മുറിയും. അങ്ങനെ വുളൂ മുറിഞ്ഞാൽ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെതായ ഹദീസുകൾ വിശദീകരിക്കുന്നു. ഫതജ്ദീദുഹു, അപ്പോൾ ബാത്തിനിയായ വുളൂ മുറിഞ്ഞാൽ അതിന് പുതുക്കൽ ബിഇഖ്ലാസി തൗബതി അൻ ഹാദിഹിൽ മുഫ്സിദാത്ത്, ഈ ആത്മീയ രോഗങ്ങളിൽ നിന്ന് നിഷ്കളങ്കമായി തൗബ ചെയ്യലാണ് അതിന്റെ പുതുക്കൽ എന്ന് പറയുന്നത്. വതജ്ദീദുൽ ഇനാബതി വൽ ഇസ്തിഗ്ഫാരി ബിഖംഇഹാ മിനൽ ബാത്തിൻ, അതുപോലെ ഖേദിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങൽ, അതും പുതുക്കുക, ഇസ്തിഗ്ഫാർ പുതുക്കുക. അങ്ങനെയാണ് ആന്തരികമായ വുളൂ പുതുക്കൽ എന്ന് പറയുന്നത്. ഒരു ഷെയ്ഖ് മുറബ്ബിയുമായി ബന്ധപ്പെട്ട് ആ ഷെയ്ഖ് മുറബ്ബിയിൽ നിന്ന് അകന്നു പോയാൽ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, ആ ഷെയ്ഖ് മുറബ്ബിയുടെ തിരുഹളറത്തിൽ ചെന്ന് തൗബ ചെയ്ത് അവിടുത്തെ കാൽക്കൽ വീഴുക. എന്നാലാണ് ഒരു മുരീദിന് തൗബയുള്ളൂ. ഷെയ്ഖിന്റെ ഔദാര്യത്തിലാണ് മുരീദിന്റെ തൗബ കിടക്കുന്നത്. അള്ളാഹു എല്ലായ്പ്പോഴും ഷെയ്ഖ് മുറബ്ബിയോട്, നമ്മളെ ജീവന്റെ ജീവനായ ജാതിയേറിയ ഷെയ്ഖ് തങ്ങൾ പാപ്പയോട് ലാഹിറൻ വ ബാത്തിനൻ ഗൈബത്തൻ ഹുദൂറൻ, അതുബിലായി ജീവിച്ച് അതുബിലായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. വയംബഗി ലിൽ ആരിഫ്, തങ്ങൾ പാപ്പ പറയുന്നു, ഒരു ആരിഫിന് അത്യാവശ്യമാണ് അയ്യഹ്ഫള തൗബതഹു മിൻ ഹാദിഹിൽ ആഫാത്ത്, അവന്റെ തൗബ ഈ ആഫത്തുകളിൽ നിന്ന് സൂക്ഷിക്കൽ വളരെ അത്യാവശ്യമാണ്. അഥവാ അവന്റെ ഹൃദയത്തിൽ കിബ്റ്, റിയാ, ഹസദ് പോലുള്ള കാര്യങ്ങൾ വന്നു പോകുന്നതിനെ തൊട്ട് എപ്പോഴും ഒരു ആരിഫായ മനുഷ്യൻ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഫതകൂനു സ്വലാത്തുഹു താമ്മ, അപ്പോഴാണ് ആ മനുഷ്യന്റെ നിസ്കാരം പൂർണ്ണമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫവുളൂഉല്ലാഹിരി വസ്വലാത്തുഹു മുഅഖ്ഖതത്തുൻ, ലാഹിറൻ വുളൂ, അതുപോലെ ലാഹിറൻ നിസ്കാരം, നിസ്കാരത്തെ പറ്റി അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് രണ്ടും മുഅഖ്ഖതത്തുൻ, സമയബന്ധിതമാണ്. വവുളൂഉൽ ബാത്തിനി വസ്വലാത്തുഹു മുഅബ്ബദത്തുൻ ഫീ ജമീഇ ഉംദിഹി, എന്നാൽ ആന്തരികമായ വുളൂഉം ആന്തരികമായ നിസ്കാരവും അവന്റെ ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമാകുന്നു. ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ മുത്തസില, എല്ലാ രാപ്പകൽ 24 മണിക്കൂറും ആന്തരികമായ വുളൂഉമായും ആന്തരികമായ നിസ്കാരവുമായും ഒരാൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത അധ്യായത്തിൽ ഗൗസുൽ നിങ്ങൾ പാപ്പ പറയുന്നത് അൽ ഫസ്ലുർ റാബി അശർ ഫീ ബയാനി സ്വലാത്തി ശരീഅത്തി വത്വരീഖ, ത്വരീഖത്തിലെയും ശരീഅത്തിലെയും നിസ്കാരത്തെ കുറിച്ചുള്ള വിശദീകരണമാണ്. നല്ലൊരു
വിവരണമാണിത്. തങ്ങൾ പാപ്പ പറയുന്നു സിറുൽ അസ്റാറിന്റെ 104-ാമത്തെ പേജ്, അമ്മാ സ്വലാത്തു ശരിയ, അപ്പോൾ ശരീഅത്തിന്റെ നിസ്കാരം എന്ന് പറയുന്നത് ഫഖദ് ഉലിമത് ബിഹാദിഹിൽ ആയ, ഈ പരിശുദ്ധമായ ആയത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഹഫിളു അലസ്സലവാത്ത്, വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 238-ാമത്തെ ആയത്തായ ഹാഫിളു അലസ്സലവാത്ത് എന്ന വിശുദ്ധമായ ആയത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. നിസ്കാരങ്ങളുടെ മേൽ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് ചെറിയ രീതിയിൽ അതിനർത്ഥം പറയാം. വൽ മുറാദു മിൻഹ, അതിന്റെ ഉദ്ദേശം അർക്കാനുൽ ജവാരിഹിൽ ലാഹിറ ബിഹർകത്തിൽ ജിസ്മാനിയ മിസ്ലൽ ഖിയാം വൽ ഖിറാഅ വൽ റുകൂഅ വസ്സുജൂദ് വൽ ഖുഊദ് വസ്സൗത്ത് വൽ അൽഫാദ്, നിൽക്കുക, ഓതുക, റുകൂഅ്, സുജൂദ്, ഇരുത്തം തുടങ്ങിയ ശാരീരികമായ ജിസ്മാനിയായ ചലനങ്ങളോട് കൂടിയുള്ള ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള നിസ്കാരമാണ് ലാഹിറൻ നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശരീഅത്തിന്റെ നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിദാലിക ജാഅൽ ഫളലുൽ ജംഉ യഅനി ഖാല അല്ലാഹു തആല ഹാഫിളു, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഹാഫിളു, നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പ്രത്യേകം പറഞ്ഞത് എന്ന് ഞങ്ങൾ പാപ്പ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ശരീഅത്തിന്റെ നിസ്കാരം അത് ലാഹിറ നിസ്കാരമാണ്. ചൊല്ലുകയും ഓതുകയും നിൽക്കുകയും ഇരിക്കുകയും അതിലെല്ലാം അതിൻ്റെതായ കാര്യങ്ങൾ ചൊല്ലുന്ന നിസ്കാരം, അതാണ് ലാഹിറൻ ശരീഅത്തിന്റെ നിസ്കാരം എന്ന് പറയുന്നത്. വഅമ്മാ സ്വലാത്തു ത്വരീഖ, എന്നാൽ ത്വരീഖത്തിന്റെ നിസ്കാരം എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ പോയിന്റ്, ഫഹിയ സ്വലാത്തുൽ ഖൽബ്, അത് ഹൃദയത്തിന്റെ നിസ്കാരമാണ്. വഹിയ മുഅബ്ബദത്തുൻ, അത് കാലാകാലം നിലനിൽക്കുന്നതാണ്. ഫഖദ് ഉലിമത് ബിഹാദിഹിൽ ആയ വസ്സലാത്തിൽ വുസ്ത, വസ്സലാത്തിൽ വുസ്ത, അതായത് ഹാഫിളു അലസ്സലവാത്തി എന്ന സൂറത്തുൽ ബഖറയിലെ ആ ആയത്തിന്റെ ബാക്കിയാണ് വസ്സലാത്തിൽ വുസ്ത, വുസ്ത നിസ്കാരവും നിങ്ങൾ സൂക്ഷിക്കുക. എന്താണ് വുസ്ത നിസ്കാരം? നമ്മൾ പല തഫ്സീറുകൾ നോക്കിയാൽ കാണാം അത് അസ്ർ നിസ്കാരമാണ്. അങ്ങനെ പല പല വ്യാഖ്യാനങ്ങളും കാണാം. അതിന്റെ ശരിയായ വ്യാഖ്യാനം ഗൗസുൽ ആലം ഞങ്ങൾ പാപ്പ പറയുന്നു, അസ്സലാത്തുൽ വുസ്ത എന്ന് അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം ത്വരീഖത്തിന്റെ നിസ്കാരമാണ്. ആലോചിച്ചു നോക്കൂ, ശുദ്ധമായ ഖുർആനിൽ തന്നെ ത്വരീഖത്തിന്റെ നിസ്കാരം നിസ്കരിക്കണം എന്ന് അല്ലാഹു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വൽ മുറാദു മിനസ് സ്വലാത്തിൽ വുസ്ത സ്വലാത്തുൽ ഖൽബ്, അല്ലാഹു പറയുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ആയത്തിനെ വിശദീകരിച്ച് ഗൗസുല്ലാ ഞങ്ങൾ പാപ്പ പറയുന്നു, അൽ മുറാദു മിനസ് സ്വലാത്തിൽ വുസ്ത സ്വലാത്തുൽ ഖൽബ്, സ്വലാത്തുൽ വുസ്ത കൊണ്ടുള്ള ഉദ്ദേശം ഹൃദയം കൊണ്ടുള്ള നിസ്കാരമാണ്. ലിഅന്നൽ ഖൽബ, കാരണം ഹൃദയം ഖുലിഖ ഫീ വസ്തിൽ ജസദി ബൈനൽ യമീനി വശിമാൽ വബൈനൽ ഉൽവി വസ്സുഫ്ലി, ശരീരത്തിന്റെ വലതിനും ഇടതിനും മധ്യേ, മുകളിനും താഴെയും മധ്യയായിട്ട് ഏതാണ്ട് മധ്യഭാഗത്താണ് ഹൃദയം അള്ളാഹു ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ശരീരത്തിന്റെ മധ്യഭാഗം കൊണ്ടുള്ള നിസ്കാരം, മധ്യഭാഗത്തുള്ള ആ അവയവം അതിന്റെ കേന്ദ്രബിന്ദുവായ ഹൃദയമാണ്. ആ ഹൃദയം കൊണ്ടുള്ള നിസ്കാരവും നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതും അതിനർത്ഥമുണ്ട്, അഥവാ വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഇടയിലാണ് ഇത് സംഭവം കിടക്കുന്നത്, ഹൃദയത്തിലാണ് എല്ലാം നടക്കുന്നത്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ പറഞ്ഞല്ലോ, അൽ ഖൽബു
ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിർ റഹ്മാൻ യുഖല്ലിബുഹാ കൈഫ യശാ. ഹൃദയം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിലാകുന്നു. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അതിനെ മാറ്റിമറിക്കുന്നതാകുന്നു എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. വൽ മുറാദു മിനൽ ഇസ്ബഅൈൻ, അള്ളാഹുവിന്റെ 2 വിരലുകൾ എന്നതിന്റെ ഉദ്ദേശം സിഫത്തയിൽ ഖഹ്രി വൽ ലുത്ഫ്, അള്ളാഹുവിന്റെ ഖഹറിന്റെയും ലുത്ഫിന്റെയും 2 വിശേഷണങ്ങളാകുന്നു. ഖഹർ അത് ഗളബിന്റെ ഒരു ചിത്രമാണ്, അഥവാ അള്ളാഹു അടക്കി ഭരിക്കുക. ലുത്ഫ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു ചിത്രമാണ്, അഥവാ മയം ചെയ്യുക. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുമ്പോ മയം ചെയ്യും, അള്ളാഹു ഉദ്ദേശിക്കുമ്പോ ദേഷ്യപ്പെടും. ഇത് 2ന്റെയും ഇടയിലാണ് എന്നർത്ഥം. അല്ലാഹു തആല മുനസ്സഹുൻ അനിൽ അസ്വാബിഅ, ചുരുക്കി പറഞ്ഞാൽ വൽ ഹദീസു യുഅലം വൽ ഹദീസു യുഅലിമു, ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നു അന്നൽ സ്വലാത്തുൽ ഖൽബ്, അസ്ലിയായ നിസ്കാരം അത് ഖൽബിന്റെ നിസ്കാരമാകുന്നു. ഫഇദാ ഗഫല അൻ സ്വലാത്തിഹി ഫസദത് സ്വലാത്തുഹു വസ്വലാത്തുൽ ജവാരിഹ്. ഇതാണ് നമ്മളെ കൊണ്ട് മനുഷ്യന്മാര് അറിയാത്തൊരു വിഷയം. ഫഇദാ ഗഫല അൻ സ്വലാത്തിഹി, ഒരാൾ ഖൽബിയായ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധമായാൽ ഫസദത് സ്വലാത്തുഹു വസ്വലാത്തുൽ ജവാരിഹി, അവന്റെ ഖൽബിയായ നിസ്കാരവും ഫസാദായി, അവന്റെ ശരീഅത്തിന്റെ ലാഹിറ നിസ്കാരവും ഫസാദായി. അമാക്കായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ സ്വലാത്ത ഇല്ലാ ബിഹുദൂരിൽ ഖൽബ്. വളരെ വ്യക്തമാണ് ഈ ഹദീസ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹദീസ് കൂടിയാണ്. ലാ സ്വലാത്ത്, അതായത് ശരീഅത്തിന്റെ പണ്ഡിതന്മാർ നിസ്കാരത്തെ പറ്റി ഫത്ഹുൽ മുഈനിൽ പഠിപ്പിക്കുമ്പോ, അതിൽ പ്രത്യേകിച്ച് ഖുശൂഇനെ പറ്റി പഠിപ്പിക്കുമ്പോ ഈ ഹദീസ് എല്ലാവരും പറയും. ലാ സ്വലാത്ത ഇല്ലാ ബിഹുദൂരിൽ ഖൽബ്, ഹുദൂറുൽ ഖൽബില്ലാതെ നിസ്കാരം ഇല്ല. വഹുദൂറുൽ ഖൽബ് എന്ന സംഭവം ഇല്ലെങ്കിൽ നിസ്കാരമില്ല, ബാത്തിനിലുമില്ല, ലാഹിറിലുമില്ല. ലിഅന്നൽ മുസല്ലി, കാരണം നിസ്കരിക്കുന്ന മനുഷ്യൻ യുനാജി റബ്ബഹു, തന്റെ റബ്ബിനോട് സംഭാഷണം നടത്തുകയാണ്. അഭിമുഖ സംഭാഷണം, മുനാജാത്ത് ചെയ്യുകയാണ്, മുനാജാത്ത് നടത്തുകയാണ്. വമഹല്ലുൽ മുനാജാത്തി അൽ ഖൽബു, മുനാജാത്തിന്റെ സ്ഥാനം അത് ഹൃദയമാണ്. അപ്പൊ ഹൃദയം കൊണ്ടാണ് മുനാജാത്ത് നടക്കുന്നത്. മുനാജാത്ത് നടക്കുന്ന ഹൃദയം അശ്രദ്ധമായാൽ അവിടെ മുനാജാത്തില്ല. മുനാജാത്തില്ലാത്തുമ്പോ ബാത്തിൻ ഖൽബിന്റെ നിസ്കാരമില്ല, അപ്പോൾ ശരീരത്തിന്റെ നിസ്കാരവും ഇല്ല. കാരണം ഹുദൂറുൽ ഖൽബില്ലാതെ നിസ്കാരമില്ല. ഇതാണ് പറയുന്നത് ഫൈദാ ഗഫലൽ ഖൽബു ബതലത് സ്വലാത്തുഹു വനഖലത് സ്വലാത്തുൽ ജവാരിഹി. ഖൽബ് അശ്രദ്ധമായാൽ അവന്റെ നിസ്കാരം ബാത്തിലായി, അംഗങ്ങൾ കൊണ്ടുള്ള ഈ നിസ്കാരം അത് മുറിഞ്ഞു പോയി. ലിഅന്നൽ ഖൽബ അസ്ലുൻ വൽ ബാഖി താബിഉൻ ലഹു. വളരെ വ്യക്തമായി വിശദീകരിച്ച റസൂലാണ് പറയുക. ഹൃദയമാണ് അസ്ല്, ബാക്കി ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതിനെ തുടർന്ന് വരുന്നതാണ്. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദ് കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. തീർച്ചയായിട്ടും ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ഫസാദായാൽ ശരീരം മുഴുവൻ ഫസാദായി. അറിയുക, അതാണ് ഹൃദയം. ശരിക്കു പറഞ്ഞാൽ ഹൃദയം കൊണ്ടുള്ള നിസ്കാരമില്ലെങ്കിൽ നിസ്കാരം എന്ന സംഭവം തന്നെ ഇല്ല. നിസ്കാരത്തിന്റെ ആത്മാവാണ് ഹൃദയം കൊണ്ടുള്ള നിസ്കാരം, സ്വലാത്തുൽ ഖൽബ്. സ്വലാത്തു ശരിയ. ഇനി തരീഖത്തിലെ നിസ്കാരവും ശരീഅത്തിലെ നിസ്കാരവും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം, സ്വലാത്തു ശരിയ
ശരീഅത്തിന്റെ നിസ്കാരം മുഅഖ്ഖതത്തുൻ, അത് സമയബന്ധിതമാണ്. ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ 5 മറാത്ത്, രാപ്പകലിലായി 5 വക്താണത്. വസുന്നത്തു, സുന്നത്ത് അയ്യുസ്വല്ല ഹാദിഹി സ്വലാ, ഇത് നിസ്കരിക്കലാണ്. ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച്. ബിൽ ജമാഅത്തി, ജമാഅത്തോട് കൂടെ. മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിട്ട്. വതാബിഅൻ ബിൽ ഇമാമി, ഇമാമിനോട് തുടർന്നുകൊണ്ട്. ബിലാ റിയായും വലാ സംഅ, റിയാവും പ്രസിദ്ധിയും ആഗ്രഹിക്കാതെ നിസ്കരിക്കലാണ് ഇതിന്റെ കാര്യം. അപ്പോ പള്ളിയിൽ വെച്ച് ജമാഅത്തായി ഖിബ്ലയിലേക്ക് മുന്നിട്ട് ഇമാമിനോട് പിമ്പറ്റി കൊണ്ടാണ് ഇതിൻ്റെതായ ലാഹിറൻ സ്വലാത്തിന്റെ പൂർണ്ണ രൂപം. അമ്മാ സ്വലാത്തു ത്വരീഖ, അപ്പോൾ ത്വരീഖത്തിന്റെ നിസ്കാരം. വഹിയ മുഅബ്ബദത്തുൻ ഫീ അശ്രിഹി ഫീ ഉംരിഹി, അവന്റെ ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് ത്വരീഖത്തിലെ നിസ്കാരം. നമ്മള് നേരത്തെ വുളൂഇനെ പറഞ്ഞതുപോലെ വുളൂഉം ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്ന വുളൂ ആണ്, മുറിയാത്ത വുളൂ. നമ്മളെ ശൈഖ് തങ്ങളിപ്പാപ്പ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് മുറിയാത്ത വുളൂ ചെയ്യുക. മുറിയാത്ത വുളൂ ചെയ്യുക, ഇതിന്റെ പൊരുളാണിത്. അമ്മാ സ്വലാത്തു ത്വരീഖ ഫഹിയ മുഅബ്ബദത്തുൻ ഫീ ഉംരിഹി വമസ്ജിദുഹാ അൽ ഖൽബു. നേരത്തെ നമ്മൾ പറഞ്ഞു ലാഹിറൻ ശരീഅത്തിന്റെ നിസ്കാരം ഏറ്റവും നല്ലത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കണം. എന്നാൽ ത്വരീഖത്തിന്റെ നിസ്കാരം നടക്കുന്ന പള്ളി അത് ഹൃദയമാകുന്നു. വ്യക്തമാണ്. വമസ്ജിദുഹാ അൽ ഖൽബു വജമാഅതുഹാ ഇജ്തിമാഉ വൽ ബാത്തിൻ അലൽ ഇഷ്തിഗാലി ബിഅസ്മാഇ തൗഹീദ് ബിലിസാനിൽ ബാത്തിൻ. ബാത്തിനിയായ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ അസ്മാ സിഫാത്തുമായി അഥവാ അല്ലാഹുവുമായി മനുഷ്യന്റെ ആന്തരിക ശക്തികൾ ഒരുമിച്ച് കൂടലാണ്. അതിലൊരു ജമാഅത്ത് ഉണ്ടല്ലോ. ജമാഅത്ത് എന്ന് പറയുന്നത് ബാത്തിനിയായ നാവ് കൊണ്ട്, അതായത് ലാഹിറ നിസ്കാരത്തിൽ ലാഹിരിയായ നാവ് കൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കല്. ബാത്തിനിയായ നിസ്കാരത്തിൽ ബാത്തിനിയായ നാവ് കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹുവിനെ ഓർക്കുമ്പോ അതിൽ എല്ലാം അള്ളാഹുവിൽ സംഗമിക്കണം. അതായത് മനുഷ്യന്റെ ചിന്തകൾ, പ്രവർത്തനങ്ങൾ, അതുപോലെ മനുഷ്യന്റെ ഹൃദയം, മനുഷ്യന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട എല്ലാം അള്ളാഹു എന്ന കേന്ദ്രബിന്ദുവിൽ സംഗമിക്കുക. ആ ശക്തികളെല്ലാം ഒന്നിൽ സംഗമിക്കുക. അതാണ് അവിടുത്തെ ജമാഅത്ത് കൊണ്ടുള്ള ഉദ്ദേശം. ഇമാമുഹ, പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കണം. അപ്പൊ അവിടെ ഒരു ഇമാം ഉണ്ടാവും. എന്നാൽ ത്വരീഖത്തിന്റെ നിസ്കാരത്തിന്റെ ഇമാമ് അശ്ശൗഖു ഫിൽ ഫുആദ്, ഹൃദയത്തിനുള്ളിലുള്ള ഷൗഖ്, ആ ഷൗഖാണ്. അതായത് ഹൃദയത്തിന്റെ ഉള്ളിന്റെ എന്ന് പറഞ്ഞ് 4-5 ഘട്ടങ്ങളായി ഒരു ഹദീസിൽ കാണാം. അപ്പോ ഖൽബിന്റെ ഉള്ളാണ് ഫുആദ്. ഫുആദിലുള്ള അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം, അതാണ് ബാത്തിനിയായ ത്വരീഖത്തിന്റെ നിസ്കാരത്തിന്റെ ഇമാമ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു ശരീഅത്തിന്റെ നിസ്കാരത്തിന് കഅബയിലേക്ക് മുന്നിടണം. എന്നാൽ ത്വരീഖത്തിന്റെ നിസ്കാരം അതിന്റെ ഖിബ്ല വഖിബ്ലതുഹാ അൽ-ഹളറത്തുൽ അഹദിയ്യ വജമാലുസ് സമദിയ്യ വഹിയ ഖിബ്ലത്തുൽ ഹഖീഖ. നമ്മൾ നിസ്കരിക്കുമ്പോ, ശരീരം കൊണ്ട് നിസ്കരിക്കുമ്പോ അങ്ങ് പടിഞ്ഞാട്ട് തിരിഞ്ഞാൽ മതി, കഅബയിലേക്ക് തിരിഞ്ഞാൽ മതി. പക്ഷേ ത്വരീഖത്തിന്റെ നിസ്കാരത്തിന്റെ ഖിബ്ല അഹദിയ്യായ ഹളറത്താണ്, അല്ലാഹുവിന്റെ ഹളറത്താണ്, സമദിയത്തിന്റെ ജമാലിയത്തിന്റെ ഹളറത്താണ്. വഹിയ ഖിബ്ലത്തുൽ ഹഖീഖ, അതാണ് യഥാർത്ഥ ഖിബ്ല.
ആ ഖിബലയിലേക്ക് മനസ്സിനെ തിരിച്ചു വെക്കാനാണ് വലിയ പ്രയാസം. والقلب والروح مشغول بهذه الصلاة على الدوام. മനുഷ്യന്റെ ഹൃദയവും മനുഷ്യന്റെ ആത്മാവും സദാസമയവും ഈ നിസ്കാരവുമായി ജോലിയായിരിക്കും. അഥവാ ത്വരീഖത്തിന്റെ നിസ്കാരത്തിന് നേരവും സമയവുമില്ല. എല്ലായ്പ്പോഴും ഈ നിസ്കാരവുമായി ജോലിയായിരിക്കും. ഹൃദയത്തിന് മരണമില്ല, ഉറക്കവുമില്ല. ശരീരം ഉറങ്ങിയാലും ശരീരം മരിച്ചാലും അഥവാ മനുഷ്യന് മരണം സംഭവിച്ചാലും ഹൃദയത്തിന് മരണമില്ല, ഹൃദയത്തിന് ഉറക്കമില്ല. ഊണിലും ഉറക്കിലും ഹൃദയം ജോലിയാണ്. ബിഹയാത്തിൽ ഖൽബി, ഹൃദയത്തിന്റെ ജീവനോടുകൂടെ. എന്നാൽ ആ നിസ്കാരമാവട്ടെ ബിലാ സൗത്തിൻ വലാ ഖിയാമിൻ വലാ ഖുഊദിൻ, അതിൽ ശബ്ദമില്ല, നൃത്തമില്ല, ഇരുത്തമില്ല. അങ്ങനെയുള്ള നിസ്കാരമാണത്. വഹുവ മുഖാതബുൻ ബിഖൗലിഹി തആല ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അപ്പോഴാണ് ശരിക്കും ഇയ്യാക നഅ്ബുദു എന്നതിന്റെ അർത്ഥം വെളിവാകുന്നത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് നാം വായ കൊണ്ട് ആ ആയത്ത് ഓതുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ ഇയ്യാക നഅ്ബുദു പറയേണ്ട രീതിയിൽ പറയാൻ വലിയ പ്രയാസമാണ്. കാരണം ഇയ്യാക നഅ്ബുദു പറയുമ്പോൾ മറ്റൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. അതാണ് തരീഖത്തിന്റെ നിസ്കാരം. قال في تفسير القاضي, മഹാനായ ബൈളാവി ഇമാമിന്റെ തഫ്സീറിൽ കാണാം, في هذه الآية إشارة إلى حال العارف وانتقاله من حال الغيبة إلى الحضرة. ഈ ആയത്തില് ആരിഫായ മനുഷ്യന്റെ അവസ്ഥയിലേക്ക് സൂചനയുണ്ട്. ഗൈബത്തിന്റെ അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിന്റെ തിരുഹളറത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയുടെ വിശദീകരണവുമുണ്ട്. അപ്പോഴാണ് അങ്ങനെ ഗൈബത്തിൽ നിന്ന് ഹുളൂറിലേക്ക് അള്ളാഹുവിന്റെ തിരുഹളറത്തിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെ അള്ളാഹുമായി സംഭാഷണം നടത്താൻ അർഹനാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അൽ-അംബിയാഉ വൽ-ഔലിയാഉ യുസല്ലൂന ഫീ ഖുബൂരിഹിം കമാ യുസല്ലൂന ഫീ ബുയൂതിഹിം. അംബിയാക്കളും ഔലിയാക്കളും അവരുടെ ഖബറുകളിൽ വെച്ച് നിസ്കരിക്കുന്നു. കമാ യുസല്ലൂന ഫീ ബുയൂതിഹിം, അവരുടെ വീടുകളിൽ വെച്ച് അവർ നിസ്കരിക്കുന്നത് പോലെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ത്വരീഖത്തിന്റെ നിസ്കാരമാണ്, ഖൽബിന്റെ നിസ്കാരമാണ്, ബാത്തിനിയായ നിസ്കാരമാണ്. ഐ മശ്ഗൂലൂന ബില്ലാഹ് വ മുനാജാതിഹി, അഥവാ അവർ വഫാത്തിന് ശേഷവും ഖബറിലും അല്ലാഹുവുമായി ജോലിയായിരിക്കുന്നു. വമുനാജാതിഹി, അല്ലാഹുവുമായി മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് കമാ യുസല്ലൂന ഫീ ബുയൂതിഹിം, അവരുടെ വീടുകൾ വെച്ച് അവർ അല്ലാഹുവുമായി മുനാജാത്ത് നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഖബറിനുള്ളിലും അല്ലാഹുവുമായി മുനാജാത്ത് നടത്തുന്നു. ലിഹയാത്തി ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് ജീവനുണ്ട് എന്നതാണ് കാരണം. അപ്പോൾ فإذا اجتمعت صلاة الشريعة والطريقة ظاهرا وباطنا, ശരീഅത്തിന്റെയും ത്വരീഖത്തിന്റെയും നിസ്കാരം ലാഹിറൻ വ ബാത്തിനൻ, ബാഹ്യമായും ആന്തരികമായും സംഗമിച്ചാൽ ഫഖദ് തമ്മത്തിസ് സ്വലാഹ്, അപ്പോൾ ആ നിസ്കാരം സമ്പൂർണ്ണ നിസ്കാരമായി. യഅനി തകൂനു സ്വലാത്തുഹു സ്വലാത്തൻ താമ്മ,
അവന്റെ നിസ്കാരം സമ്പൂർണ്ണ നിസ്കാരമാകുന്നതാണ്. വഅജ്റുഹാ അളീം, അതിന്റെ കൂലി മഹത്തമാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഫിൽ ഖുർബത്തി ബിർറൂഹാനിയ്യ, റൂഹാനിയായിട്ട് അല്ലാഹുമായി അടുത്തു. വദ്ദറജാതി ബിൽ ജിസ്മാനിയ്യ, ജിസ്മാനിയ നിസ്കാരം കൊണ്ട് അല്ലാഹുവിലേക്കുള്ള ദറജകൾ ഉയർന്നു പോവുകയും ചെയ്തു. ഫയകൂനു ഹാദർ റജുലു ആബിദൻ ഫിൽ ളാഹിരി വആരിഫൻ ഫിൽ ബാത്തിനി, ഈ മനുഷ്യൻ ലാഹിറിൽ ആബിദും ബാത്തിനിൽ ആരിഫുമാകുന്നതാണ്. وإذا لم تحصل صلاة الطريقة بحياة القلب فهو ناقص وأجره يكون من الدرجة لا من القربى. ഒരാൾക്ക് ത്വരീഖത്തിന്റെ നിസ്കാരം ഇല്ലെങ്കിൽ ബിഹയാത്തിൽ ഖൽബി, ഹൃദയത്തിന്റെ ജീവനോട് കൂടെയുള്ള ത്വരീഖത്തിന്റെ നിസ്കാരം ഒരാൾക്കില്ലെങ്കിൽ ഫഹുവ നാഖിസുൻ, അവൻ കുറഞ്ഞവനാണ്. വഅജ്റുഹു യകൂനു മിനദ് ദറജ, അവന് ഒരു പക്ഷേ കൂലി ലഭിച്ചേക്കാം ലാമിനൽ ഖുർബ, അല്ലാഹുമായുള്ള അടുപ്പം ഉണ്ടാവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ, ത്വരീഖത്തിന്റെ നിസ്കാരം നിസ്കരിക്കണം. അതാണ് ആത്മാവിന്റെ നിസ്കാരവും നിസ്കാരത്തിന്റെ ആത്മാവും. നിസ്കാരത്തിന്റെ ആത്മാവും ആത്മാവിന്റെ നിസ്കാരവും ത്വരീഖത്തിന്റെ നിസ്കാരമാണ്. അതുണ്ടെങ്കിലേ ശരീഅത്തിന്റെ നിസ്കാരം കൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ കാര്യം നാം വളരെ വ്യക്തമായി നേരത്തെ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഗൗസുല്ലാഹി തങ്ങൾ പാപ്പയുടെ ഈ വിശദീകരണം വളരെ വ്യക്തമായി കൃത്യമായി ഞാൻ മനസ്സിലാക്കണം. നാം ഓരോരുത്തരും മനസ്സിലാക്കിയാൽ വളരെ നന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുല്ലാഹി തങ്ങൾ പാപ്പാന്റെ ഇഷ്ടപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.